അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന് നീ എന്തിനാ സംശയിക്കണത്? സംശയിക്കാൻ നിനക്ക് എന്ത് അധികാരം? നബി പറഞ്ഞതിനെ സംശയിക്കാൻ നിനക്ക് എന്ത് അധികാരം? നബിക്ക് എന്നെ പറയാൻ അധികാരമില്ലെങ്കിൽ അത് പറയൂ. നബിക്ക് പറയാൻ അധികാരമില്ലെങ്കിൽ അത് പറയൂ. നബി നബിയല്ല എന്ന് തെളിയിക്കൂ. അത് പ്രവാചകനല്ലെന്ന് തെളിയിക്കൂ. അത് അഷ്റഫുൽ ഖൽഖ് അല്ലെന്ന് തെളിയിക്കൂ. നബിക്ക് വഹിയില്ലെന്ന് തെളിയിക്കൂ. എങ്കിൽ നീ പറയുന്നത് ശരിയാവും. പക്ഷേ മുഹമ്മദ് നബിക്ക് വഹി ഉണ്ടെന്ന് തെളിഞ്ഞാൽ അദ്ദേഹം അഷ്റഫുൽ ഖൽഖ് ആണെന്ന് തെളിഞ്ഞാൽ, അദ്ദേഹം അന്തിമ പ്രവാചകനാണെന്ന് തെളിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് അനുസരിക്കണം. അവിടെ ഇയാൾക്കത് ശരിയാകണില്ല, ഇയാളുടെ മനസ്സിന് ശരിയാകണില്ല. ഇയാൾക്ക് ഇയാൾക്ക് പോലെ നബി പറയണം പോലും, ഇയാൾക്ക് അത് ഗ്രഹിക്കാൻ കഴിയുന്നത് പോലെ നബി പറയണം പോലും, ഇയാൾക്ക് മനസ്സിലാകാത്തത് അയാൾ തള്ളിക്കളയും പോലും. ഇയാൾക്ക് മനസ്സിലായില്ലെങ്കിൽ നബിയുടെ വാക്കാണെങ്കിലും അത് പറയില്ല പോലും, അത് കിതാബിലുണ്ടാകണം പോലും. ആരാ പറഞ്ഞത്? മടവൂരികളാണ്. ഇപ്പൊ ചില മടവൂരികള് അവരുടെ പേരെഴുതിയിട്ട് അതിന്റെ ചുവട്ട് എഴുതി വെക്കുക ISM സംസ്ഥാന പ്രവർത്തക സമിതി അംഗം. അങ്ങനെ പേരെഴുതി വെച്ച മടവൂരിയാണെങ്കിലും ISM സംസ്ഥാന പ്രവർത്തക സമിതി അംഗമെന്ന പേരെഴുതി വെച്ചത് കൊണ്ടൊരു മടവൂരി അല്ലാതാകുന്നില്ല. ആ ചിന്ത മടവൂരി ചിന്തയല്ലാതാകുന്നില്ല. ആ പേര് കൊണ്ട് ഈ തോന്നിവാസം ശരിയാവുകയില്ല. നിങ്ങൾ മനസ്സിലാക്കണം. ചില ആളുകൾ അങ്ങനെ വിചാരിച്ചു ISMന്റെ സംസ്ഥാന സമിതി അംഗം എന്ന് എഴുതി വെച്ചാൽ അയാൾ പിന്നീട് എല്ലാം ശരിയാകുന്നതാണ്. ശരിയാകൂല, അത് ശരിയല്ല. മാത്രമല്ല ഇപ്പൊ അങ്ങനെ ചില ആളുകൾ ക്യാമറമാൻ ക്യാമറമാൻ അല്ലെ, KNMന്റെ പരിപാടി ഷൂട്ട് ചെയ്യണ ആള് KNM ക്യാമറാമാൻ, KNMന്റെ സമ്മേളനത്തിന് ചോറ് വെച്ച KNM പണ്ടാരി, പിന്നെ ഫത്ത് ഇറക്കാൻ KNM പണ്ടാരി. എന്ത് കഷ്ടായത്! മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കുക, ഇതില് ഒരു ലേഖനം എന്താ, ഈ ലേഖനത്തിൽ എന്താ, ഇതിന്റെ 100ാമത്തെ പേജിൽ നമ്മുടെ പ്രവർത്തക സമിതി അംഗം നമ്മുടെ ഒരു എഴുതിയ ബുക്ക്, അതിന്റെ 100ാമത്തെ പേജിൽ പറഞ്ഞു കേട്ടോളൂ. ജൂതൻ മന്ത്രിച്ച നൂല് കെട്ടി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയുടെ കണ്ണിൽ നിന്നും ധാരധാരയായി ഒഴുകിയ കണ്ണീർ നിന്നു എന്ന ഹദീസല്ല കേട്ടോ. രോഗം വർദ്ധിപ്പിക്കുകയുള്ളൂ എന്നും നിന്റെ ഉദ്ദേശം സഫലമാകാതിരിക്കട്ടെ എന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതാണ് നാം മാതൃകയാക്കേണ്ടത്. അല്ലാതെ ജൂതൻ മന്ത്രിച്ച നൂല് കെട്ടി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയുടെ കണ്ണിൽ നിന്നും ധാരധാരയായി ഒഴുകിയ കണ്ണീർ നിന്നു എന്ന ഹദീസല്ല. ചരടു കെട്ടിയാൽ രോഗം മാറില്ലെന്ന ഹദീസും ജൂതൻ മന്ത്രിച്ചാൽ കണ്ണീര് നിൽക്കുമെന്ന ഹദീസും സഹിഹായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നാം സഹിഹായ ഹദീസ് എന്ന നിലക്ക് എല്ലാ ബഹുമാനവും നൽകി അത് കിതാബിൽ തന്നെ നിന്നോട്ടെ എന്ന് വിചാരിക്കാനേ നിർവാഹമുള്ളൂ. എന്തേ? അത് സഹിയായ ഹദീസ് കിതാബിൽ ഇരുന്നോട്ടെ എന്ന് വിചാരിക്കാനേ നിർവാഹമുള്ളൂ എന്ന് പറയാൻ ഇയാളാരാ? ഇയാൾ ഏതാ ഹലിമ? ഇയാൾ ഏതാ ആലിമൽ അല്ലാമയാ? അത് കിതാബിൽ ഇരുന്നോട്ടെ എന്ന് വിചാരിക്കാൻ നിർവാഹമുള്ളൂ. ഇയാൾ ഏത് ISM ആണ്? ഇയാൾ വിചാരിച്ച ISM എന്ന് എഴുതിയാൽ പിന്നെ അതൊക്കെ ശരിയാവുന്ന ആരാ പറഞ്ഞത്? ISMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ഹുസൈൻ ബഡൂർ. അറിയോ? അവിടെ അയാളെ മുസ്ലിം ഇവിടെ മുജാഹിദുകൾ സ്വീകരിച്ചോ? അയാളെ മുജാഹിദുകൾ സ്വീകരിച്ചോ? ഖുർആനെതിരെ പറഞ്ഞപ്പോ, സുന്നത്തിനെതിരെ പറഞ്ഞപ്പോ പുറം കാലുകൊണ്ട് ചവിട്ടി പുറത്താക്കി ഈ പ്രസ്ഥാനമെങ്കിൽ അദ്ദേഹത്തിന് പോകേണ്ടി വന്നുവെങ്കിൽ ഇത് ഇസ്ലാമികമല്ല, ഇത് ഹദീസ് നിഷേധമാണ്, ഇത് ഹദീസിനെ പച്ചയായി പിച്ച് ചെയ്യുന്ന ജൂത സമ്പ്രദായമാണ്. ഇത് അംഗീകരിക്കാൻ ഒരു മുസ്ലിമിന് സാധ്യമല്ല, ഒരു മുജാഹിദുകാരന് സാധ്യമല്ല. ഹദീസ് ചെയ്യാണ് കിതാബിൽ ഇരുന്നോട്ടെ എങ്കിൽ കേൾക്കണോ നിങ്ങൾക്ക്? KM മൗലവി ആ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. KM മൗലവിയേക്കാൾ വിവരമുണ്ടോ ഈ മഹാന്? KM മൗലവിയേക്കാൾ കിതാബ് അറിഞ്ഞ ആളാണോ ഈ മഹാന്? KM മൗലവി ഹദീസ് ഉദ്ധരിച്ചു, അമാനി മൗലവി ആ ഹദീസ് ഉദ്ധരിച്ചു. അമാനി മൗലവി മനസ്സിലാക്കിയാൽ അത് സഹിയാണ്, അതിനകത്ത് ഇരുന്നോട്ടെ. ആ ഹദീസിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ ദുർബലമാണെന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്നാൽ അത് സ്വഹീഹാണ് എന്ന് മനസ്സിലാക്കിയ പണ്ഡിതന്മാർ അത് സഹീഹാണെന്ന് കരുതി അത് കിതാബിൽ ഇരുന്നോട്ടെ എന്ന് വിചാരിക്കല്ല. KM മൗലവി അത് ഉദ്ധരിച്ചു, അമാനി മൗലവി ഉദ്ധരിച്ചു, അമാനി മൗലവി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഉദ്ധരിച്ചു. ഇനി ഇതൊന്നും കൊണ്ട് പോരാ, മടവൂരി പറയണോ? മടവൂരി ഉദ്ധരിക്കണോ? എങ്കിൽ കേട്ടോളൂ, മടവൂരി എന്തെല്ലാം വിഷയം പറയുന്നുണ്ട്. മടവൂരി പറയുന്നത് കേട്ടോളൂ കൃത്യമായി. ഇതേ വിഷയം
അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കഴുത്തിൽ ഒരു ചരട് കണ്ടു. അപ്പൊ ചോദിച്ചു, അല്ല നിന്റെ ഈ കഴുത്തിലിപ്പോ എന്താ ഒരു ചരട് കാണുന്നത്? അതെ, അത് ഞാനിന്ന് രാവിലെ ഇന്ന സ്ഥലത്തേക്ക് പോയപ്പോൾ വഴി മധ്യേ ഒരാള് എതിരെ വരുന്നുണ്ടായിരുന്നു. അയാൾ എന്നെ ആപാത ചൂട് ഇങ്ങനെ നോക്കി. അയാൾ എന്നെ പാസ് ചെയ്ത് കഴിഞ്ഞപ്പോ മുതൽ എന്റെ രണ്ട് കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകാൻ തുടങ്ങി. കണ്ണീർ ബാധിച്ചതാണ്. ഇങ്ങനെ ബാധിച്ചിട്ട് കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകാൻ തുടങ്ങി. അപ്പൊ അതുകൊണ്ട് ഞാൻ പോയി മന്ത്രിപ്പിച്ച് കെട്ടിയതാണിത്, ശമനം ഉണ്ടാകാൻ വേണ്ടി. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കഴുത്തിൽ ഒരു ചരട് കണ്ടു. അപ്പൊ ചോദിച്ചു, അല്ല നിന്റെ ഈ കഴുത്തിലിപ്പോ എന്താ ഒരു ചരട് കാണുന്നത്? അതെ, അത് ഞാനിന്ന് രാവിലെ ഇന്ന സ്ഥലത്തേക്ക് പോയപ്പോൾ വഴി മധ്യേ ഒരാള് എതിരെ വരുന്നുണ്ടായിരുന്നു. അയാൾ എന്നെ ആപാത ചൂട് ഇങ്ങനെ നോക്കി. അയാൾ എന്നെ പാസ് ചെയ്ത് കഴിഞ്ഞപ്പോ മുതൽ എന്റെ രണ്ട് കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകാൻ തുടങ്ങി. കണ്ണീർ ബാധിച്ചതാണ്. ഇങ്ങനെ ബാധിച്ചിട്ട് കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകാൻ തുടങ്ങി. അപ്പൊ അതുകൊണ്ട് ഞാൻ പോയി മന്ത്രിപ്പിച്ച് കെട്ടിയതാണിത്, ശമനം ഉണ്ടാകാൻ വേണ്ടി. അപ്പം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആല് മസ്ഊദിന്റെ കുടുംബത്തിൽ ഇത് ചേർന്നതല്ലല്ലോ, ഇത് നീ പൊട്ടിച്ചു കളയുക. ഇന്നമായക്ഫീകി, നിനക്ക് മതിയാകുമായിരുന്നു അള്ളാഹുവിന്റെ ദൂതൻ പഠിപ്പിച്ച ഈ പ്രാർത്ഥന, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഈ പ്രാർത്ഥന നിനക്ക് മതിയാകുമായിരുന്നു. നിനക്കൊരു വിഷമത ഉണ്ടായാൽ നീ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് പറഞ്ഞാൽ മതി. ഈ വിഷമതയ്ക്ക് എന്താണ് പറയേണ്ടത്? അദ്ഹിബിൽ ബഅ്സ റബ്ബന്നാസ്, മനുഷ്യരുടെ പ്രയാസങ്ങളെ നീക്കം ചെയ്യാൻ കഴിവുള്ള നാഥ, ഈ പ്രയാസത്തെ എന്നിൽ നിന്ന് നീ ദൂരീകരിക്കണമേ. വഷ്ഫി അൻത ഷാഫി, നീയാണ് സുഖമേകുന്നവൻ, എനിക്ക് നീ സുഖം നൽകണം. നീ സുഖമേകിയാൽ ഒരിക്കലും അതിന് ഒരു അല്പം പോലെ അംശം അസുഖത്തിൽ ബാക്കി നിൽക്കുകയില്ല എന്ന റസൂലുള്ളാഹിയുടെ പ്രാർത്ഥന നിനക്ക് മതിയാകുമായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ നടപടിക്രമത്തെ അപലപിക്കുകയും അത് പൊട്ടിച്ചു കളയുകയും ചെയ്തു. ഇതൊരു രംഗമാണ്. ഇത് രംഗാണ്. എന്ത്? CM മൗലവി ആലുവ, അദ്ദേഹത്തിന് മനസ്സിലായില്ല. ഈ ഹദീസ് ചെയ്യാണെങ്കിൽ കിതാബിൽ ഇരുന്നോട്ടെ, പറയണ്ട. അവർക്കൊന്നും മനസ്സിലാകാത്തത്, KM മൗലവിക്ക് മനസ്സിലാകാത്തത്, അമാനി മൗലവിക്ക് മനസ്സിലാകാത്തത്, CM മൗലവിക്ക് മനസ്സിലാകാത്തത് മനസ്സിലായ ആള് KKP അബ്ദുള്ള. അയാൾക്ക് മനസ്സിലായി. അയാൾ വരെ സഹീകരിക്കട്ടെ, ആലിമിലെല്ലാം വേണം. അമാനി മൗലവിക്ക് മറുപടി ഈ ബുക്കില്, അമാനി മൗലവിക്ക് മറുപടി. വിവരമുള്ള ഒരാളാണെങ്കിൽ പരിഗണിക്കും അഭിപ്രായമാണെങ്കിൽ, വിവരമുള്ള ഒരാളാണെങ്കിൽ പരിഗണിക്കും അഭിപ്രായം പറഞ്ഞാൽ. നിങ്ങൾ നോക്കൂ, ഇതിനെന്താ പറയുന്നത്? ഏതെങ്കിലും ഒരു പിശാചിനെ പ്രത്യേകം സേവിച്ചില്ലെങ്കിൽ കൂടി മറഞ്ഞ കാര്യം ഗണിച്ചും പ്രശ്നം നോക്കിയും പറയുന്ന കാര്യത്തിൽ പൈശാചിക സഹായം കിട്ടും. ഇസ്ലാഹി പ്രസ്ഥാന വിമർശനങ്ങളും മറുപടിയും, പേജ് 134. കേട്ടോ, തന്മൂലം മറ്റുള്ളവർക്ക് അറിയാൻ പ്രയാസമുള്ള പല അറിവും ഇത്തരം ജോലിയിൽ ഏർപ്പെടുന്നവർക്ക് ലഭിക്കുകയും ചെയ്യും. ഇതിൽ യാതൊരു അസാംഗത്യവുമില്ല തന്നെ. പിശാചിന് പ്രത്യേകം പൂജയും മറ്റ് കർമ്മങ്ങളും നടത്തി സേവിക്കുന്നവർക്ക് അവന്റെ സേവ ലഭിക്കുന്നതിൽ അസാംഗത്യമില്ല. എന്നാൽ ഇത്തരക്കാർ പറയുന്നത് ശരിയോ തെറ്റോ എന്നതല്ല പ്രശ്നം, അവരുടെ അടുക്കൽ പോകാമോ, അവർ പറയുന്നത് വിശ്വസിക്കാമോ എന്നതാണ്. ഇതെല്ലാം ഇസ്ലാം കർശനമായി നിരോധിച്ചിരിക്കുന്നു. അതേ പുസ്തകം 134. ഇത് അമാനി മൗലവിയുടെ ബുക്കിലുള്ളതാ, അത് ഈ പുസ്തകത്തിലുള്ളതാ, ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകത്തിൽ. ഓൻ എടുത്തിട്ട് മറുപടി പറയാ. ഇത് ഏത് ISM? ഏത് ISM? ഹുസൈൻ മടവൂർ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിന് കീഴിൽ ഹുസൈൻ ISM തന്നെ എഴുതി വെക്കണത്, KLM തന്നെ എഴുതി വെക്കണത്. പക്ഷേ ഇതൊരു മുജാഹിദ് പ്രവർത്തകൻ അംഗീകരിച്ചു തരില്ല, ഒരു മുജാഹിദ് പ്രവർത്തകൻ അംഗീകരിച്ചു തരില്ല. ഇത് തോന്നിവാസമാണ്, തോന്നിവാസമാണ്. ആ തോന്നിവാസം KNMന്റെ പേരിൽ ചെലവഴിച്ച് നാട്ടിൽ ഇങ്ങനെ ഊരു ചുറ്റാമെന്ന് ഒരാളും ഒരു PP വിചാരിക്കണ്ട. ഇനി മനസ്സിലാക്കണം, ഇപ്പൊ ഒരു അവതാരിക വന്നിട്ടുണ്ട്. അവതാരികയിൽ ഒരു സത്യം ഉണ്ട്, അതെന്നറിയാം. അവതാരിക സത്യം, ആ സത്യം അറിയട്ടാല് ഞാൻ വായിച്ചേപ്പിച്ചില്ല. പെട്ടെന്നാണ് കുറച്ചും കൊച്ചു മൗലവിമാർ തങ്ങളുടെ അറിവുകളും കൊണ്ട് പ്രസ്ഥാനത്തിലേക്ക് എടുത്തു ചാടിയത്. ചില കൊച്ചു മൗലവിമാരെ കേട്ടോ. സംഘടനയ്ക്ക് ദായിമാരെ കുറിച്ച് പ്രത്യേകം കാഴ്ചപ്പാടോ ഐഡന്റിഫിക്കേഷനോ ലൈസൻസോ ഒന്നുമില്ലാതിരുന്നതിനാൽ അവർക്കൊപ്പം എളുപ്പം സംഘടനയുടെ ദായിമാരും ഹത്തീമാരും ഒക്കെ ആയിത്തീരാൻ സാധിച്ചു എന്നാ ഈ ജാതി കുറച്ച് മനുഷ്യന്മാർ. പ്രത്യേകിച്ച് ഐഡന്റിഫിക്കേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ജാതി മനുഷ്യന്മാരൊക്കെ ഇപ്പൊ ഹത്തീമാരും അതുപോലെ തന്നെ മൂല്യമാരും മൗലവിമാരും ടൂര് ചുറ്റാണ് എന്നാ. അതിന് ഏറ്റവും വലിയ തെളിവ്
അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്നതിന്റെ തെളിവിന്റെ അവസാനം ഇദ്ദേഹത്തെ ഈ ബുക്ക് എഴുതിയ അബ്ദുള്ള ഇയാൾ പരിചയപ്പെടും. അബ്ദുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അബ്ദുള്ളയെ. ഇയാൾ പരിചയപ്പെടുത്താണ്. എന്താ പറയുന്നത്? പരിചയപ്പെടുന്നത് കേട്ടോളൂ. എന്താ പറയുന്നത്? യുവ പണ്ഡിതനും എഴുത്തുകാരനും ISM സംസ്ഥാന പ്രവർത്തക സമിതി അംഗവുമായ ജനാബ് KKP അബ്ദുള്ള ചെയ്യുന്നത് വലിയ പണ്ഡിതനാണ്, വലിയ ആലിമാണ് എന്നാണ്. ഇവരുടെയൊക്കെ ഉദ്ദേശം വളരെ വ്യക്തമാണ്.